2 ദിവസത്തിനകം എല്ലാം കലങ്ങി തെളിയും. അപ്പോൾ സീതയുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാവും. 2 ദിവസത്തിനകം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് സീതയോട് പറയുന്ന മനസ്സിജൻ. ശിവാനിയുടെ വീട്ടിലെത്തുന്ന മനസ്സിജനെ നാട്ടുകാർ പിടികൂടുന്നു. മനസ്സിജനും ശിവാനിയും തമ്മിലുള്ള ബന്ധത്തെ സംശയിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുന്ന ബാലൻ ശിവാനി പിച്ചലയുടെ പെണ്ണാണെന്നറിയുന്നു. ശിവാനിയെ തേടി വിനായകൻ സ്റ്റേഷനിലെത്തുന്നു. തുടർന്ന് കാണുക. വണക്കം സർ. എൻ്റെ പേര് വിനായകൻ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാനൊരാളെ തേടി ഇത്രയും നാൾ ഈ നാട്ടിൽ കിടന്ന് അലയുകയായിരുന്നു സർ. ആരെ? എൻ്റെ കല്യാണ പെണ്ണ് ശിവാനി. കല്യാണ പെണ്ണ് ശിവാനി? എന്നിട്ട് താൻ അവളെ കണ്ടെത്തിയോ? ഇല്ലെങ്കിൽ അവളുടെ ഫോട്ടോയും ഡീറ്റെയിലും വെച്ച് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പൊയ്ക്കോ. ഇനി അതിൻ്റെ ആവശ്യമില്ല സർ. ഞാൻ കണ്ടെത്തി അവളെ. താൻ അവളെ കണ്ടെത്തിയെങ്കിൽ പിന്നെ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്? ആ പെണ്ണ് ഈ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട് സർ. അപ്പുറത്തുള്ള ആള് തന്നെ, ശിവാനി. ഓഹോ, അപ്പൊ അവളെ തേടി ഇറങ്ങിയതാണോ താൻ? അതെ സർ. ശിവാനി എൻ്റെ പെണ്ണാണ്. ശിവാനിയുടെ അണ്ണൻ എനിക്ക് വാക്ക് തന്നാണ് ശിവാനി വിനായകൻ്റെ പെണ്ണാണെന്ന്. അവൻ എൻ്റെ കയ്യിലേക്ക് പിടിച്ചു വെച്ച് തന്ന പെണ്ണാണ് സർ ശിവാനി. എന്നിട്ടാണോ തന്നെ കളഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്? സർ, അതൊരു പെരിയ മാറ്റർ. അതൊന്നും പറയാൻ നേരമില്ല സർ. എനിക്ക് അവളെ വിട്ടുകിട്ടണം. ഞാൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പോകും. ഓ, അപ്പൊ താൻ ഗുണ്ടയാണോ? അയ്യോ അല്ല സർ, ഞാനൊരു സാധുവാണ് സർ. ശിവാനിയുടെ അണ്ണന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ താൻ കൊടുത്ത വാക്ക്? ശിവാനിയെ ഇന്ന് ഉള്ളം കയ്യിൽ വെച്ച് പൊണ്ടാട്ടിയായ അല്ല സർ, ഒരു രാജകുമാരിയായി നോക്കിക്കൊള്ളാമെന്ന് വാക്ക് കൊടുത്താണ് സർ ഞാൻ. ഉറപ്പാണോ? അതെ സർ. എങ്കിൽ താൻ വാ. മനസ്സിലാ, നീ ഇയാളെ അറിയുമോ? ഇയാൾ പറയുന്നത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇയാൾ പറയുന്നതൊക്കെ ശരിയാണോ എന്ന്? ശിവാനിയെ കല്യാണം കഴിക്കാൻ നടക്കുക എന്നാണ് പറയുന്നത്. എനിക്ക് ഇയാളെ അറിയില്ല. ഇയാൾ ഈ പറയുന്നൊന്നും നേരല്ല സർ. കള്ളമാണ് സർ. ശിവാനി കള്ളം പറയാ. ശിവാനിക്ക് എന്നെ അറിയാം. ശിവാനിയെ കെട്ടാൻ പോകുന്ന പുരുഷനാണ് ഞാൻ. ഇതെല്ലാം ഇയാളുടെ കളിയാണ് സർ. മനസ്സിൻ, എന്തായത്? ഇതൊരു പോലീസ് സ്റ്റേഷനാണ് സാർ. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം. ശിവാനി കള്ളം പറയാണ് സർ. എനിക്ക് ശിവാനിയെ തിരികെ കിട്ടണം. തെറ്റിദ്ധാരണകൾ കുത്തിനിറച്ച് മനസ്സിനെ ഇവിടെ കൈയടക്കി വെച്ചിരിക്കുക. നിർത്തണോ? ശിവാനി കൊച്ചുകുട്ടിയൊന്നുമല്ല, പ്രായപൂർത്തിയായ പെണ്ണാണ്. ഇവളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ അവൾക്കുണ്ട് സർ. അത് ആദ്യം ഞാൻ പറയുന്ന മുഴുവൻ കേൾക്ക്. നിയമം പഴയതുപോലെയൊന്നും അല്ല. പെണ്ണിന് നേരെ അതിക്രമം കാണിച്ചാ ഞാൻ പിടിച്ച് ഇതിനകത്തിടും. പിന്നെ 3 മാസം കഴിയാതെ ജാമ്യം പോലും കിട്ടില്ല. പറഞ്ഞേക്കാം. മനസ്സിൻ, നീ തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് ഇവള് വേഷം കെട്ടി. ശിവാനിയെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് വെല്ലുവിളിക്കുന്നു. ഇവൾ എനിക്കൊപ്പം അല്ലെങ്കിൽ മറ്റാരുടെ ഒപ്പം ഇവൾ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പോകുന്നില്ല. ആ തേങ്ങ അങ്ങോട്ടിട്ടേക്ക്. അങ്ങോട്ട്. റോഡ് കിടക്കുന്ന തേങ്ങ പെറുക്കിപ്പിച്ചതും പോരാ, അത് എന്നെ കൊണ്ട് തന്നെ ചുമപ്പിച്ചത് കുറച്ച് കൂടുതലായി കേട്ടോ. ഒരു കൂടുതലും ഇല്ല. ഈ റോഡ് ആരുടേതാ? സർക്കാരിൻ്റെത്. ഈ സർക്കാർ ഉണ്ടാകുന്നത് എങ്ങനെയാ? നമ്മുടെയൊക്കെ വോട്ട് കൊണ്ടാ. അതുകൊണ്ട് റോഡിൽ കിടക്കുന്നതിനൊക്കെ നമുക്കും അവകാശമുണ്ട്. അല്ല ന്യായം. ആരുടെയും ഒച്ചയനക്കും ഒന്നും ഇല്ലല്ലോ. ആരെയും കാണുന്നുമില്ല. സീതേ മോളെ,
എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? അവരപ്പുറത്തെങ്ങാനും ഉണ്ടാവും. നീ വരുമ്പോ എല്ലാരും താലപ്പൊലിയുമായി ഉമ്മറത്ത് വന്ന് നിൽക്കണോ? ദാണ്ടെ, എന്നെ കൊണ്ട് ഇവിടെ ആരുടെ ഒച്ചയനക്കമൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റി മോളെ? നിന്റെ മുഖം അല്ലാതിരിക്കുന്നല്ലോ. അത് പിന്നെ അപ്പച്ചിയമ്മേ, എന്താ മോളെ? അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനും ക്ഷമയോടെ കേൾക്കണം. എടുത്തു ചാടിയൊന്നും ചെയ്തേക്കരുത്. സിജനെ പോലീസ് പിടിച്ചോണ്ട് പോയി. അയ്യോ, പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ? എന്തിന്? കേസൊക്കെ ഒഴിവായി സിജനെ വെറുതെ വിട്ടതല്ലേ, പിന്നെന്തിനാ വീണ്ടും പിടിച്ചോണ്ട് പോയത്? ഇത് ആ കേസിലല്ല അപ്പച്ചിയമ്മേ. സിജനെ കൊണ്ടുപോയത് വേറൊരു കേസിലാ. വേറെ കേസിലോ? അതെന്ത് കേസാ? അത് ഒരു പെണ്ണിനൊപ്പോ സിജനെ പോലീസ് പിടിച്ചോണ്ട് പോയത്. പെണ്ണിനൊപ്പമോ? എന്റെ പരുത്തിക്കാവിൽ അമ്മേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? അയ്യോ, ഇതാ ഞാൻ പറഞ്ഞത് ക്ഷമയോടെ കേൾക്കണോന്ന്. അപ്പച്ചിയമ്മേ, ഇതറിഞ്ഞ് ബോധം കെട്ട് കിടക്കുക കുട്ടിമണി. ബഹളം വെച്ച് കുട്ടിമണിയെ ഉണർത്തി അതും കൂടി നമ്മൾ കാണണ്ടേ? സുഭദ്രേ, നീ ഒന്ന് അടങ്ങ്. കരഞ്ഞു വിളിച്ചതുകൊണ്ട് എന്താ കാര്യം? കാര്യമില്ലേ? വയലൊരു വീടിന്റെ മാനം പോയില്ലേ? അന്നൊരിക്കൽ മനസ്സിനെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു, ആണത്വം കാണിച്ചിട്ടായിരുന്നത്. ഇത് ഒരു പെണ്ണിന്റെ കൂടെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പച്ചിയമ്മേ, മോളെ, എന്താ ശരിക്കുണ്ടായത്? ഇന്നലെ രാത്രി ഇവിടുന്ന് പോയതാ സിജൻ. രാവിലെ ആയിട്ടും കാണാതെ അന്വേഷിക്കുമ്പോഴാ മെമ്പർ വന്ന് ഈ വിവരം പറഞ്ഞത്. ഒരു പെണ്ണിന്റെ കൂടെ ഒരു വീട്ടിൽ വെച്ച് നാട്ടുകാരെല്ലാം പിടികൂടിയെന്ന്. ഒടുവിൽ പോലീസ് എത്തി രണ്ടാളെയും കൊണ്ടുപോയി. അവരിപ്പോ പോലീസ് സ്റ്റേഷനിലാണ്. മതി, കേട്ടത് മതി. ഇക്കാലം വരെ ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. കാടിയാണേലും മൂടി കുടിച്ചിട്ടേ ഉള്ളു, ആരെയും കൊണ്ട് മോശം പറയിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കുന്നു ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? അപ്പച്ചിയമ്മേ, ദിവസേന പത്രങ്ങളിലൊക്കെ വരാറുണ്ട് ഇത്തരം ആഭാസത്തരങ്ങളെ കുറിച്ച്. എന്നാൽ നമ്മുടെ സിജൻ ഇങ്ങനെ എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല മോളെ. ആർക്കും വിശ്വസിക്കാൻ പറ്റണില്ല അപ്പച്ചിയപ്പ. കേട്ടപ്പോ മുതലും മരവിച്ച് നിൽക്കുക എല്ലാവരും. ബാലനെവിടെ? മനസ്സ് വിഷമിച്ച് എങ്ങോട്ടോ പോയിരിക്കുക ബാലേട്ടൻ. ചിലപ്പോ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. ഇനി ബോധം വീഴുമ്പോ കുട്ടിമണി എന്തൊക്കെയാവും കാണിച്ചു കൂട്ടു. എന്റെ ഈശ്വര, മനസ്സിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കയ്യബദ്ധം ഉണ്ടാവോ? സാർ, നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് രാത്രി എന്നല്ല പകല് തന്നെ ആര് വന്നാലും ജനങ്ങൾ സംശയിക്കും. നിങ്ങൾ ഈ പെൺകുട്ടിയുടെ സുരക്ഷിതത്വമാണ് ഉറപ്പാക്കാൻ നോക്കിയെങ്കിൽ അതേ ഉത്തരവാദിത്വം തന്നെ നാട്ടുകാർക്ക് തോന്നിയെന്ന് കരുതിയാൽ മതി. അതെ സാർ, സാറ് പറഞ്ഞതാ ശരി. ഒരു പെൺകുട്ടി പ്രാണന് വേണ്ടി അവളുടെ ഒറ്റമുറി വീട്ടിൽ കിടന്ന് അലമുറയിട്ട് വിളിച്ചിട്ട് പോലും ആ വിളിക്കൊന്നും കാതു കൊടുക്കാതെ വഴിതിരിഞ്ഞു പോയ അയൽക്കാര് വരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ സാർ. പോലീസിന് എല്ലാത്തിനും ഒരു പരിമിതിയില്ലേ? ആദ്യം എല്ലാവരും അവരവരുടെ സുരക്ഷ ഉറപ്പാക്കുക. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു സാർ. ശരി സാർ. ആ ശരി. ആ ബായി, ആ വിനായകൻ വന്ന് കയറിയിട്ട് ഒരു ചലനം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. അയാൾ നിങ്ങളെ കണ്ടില്ലേ? കണ്ടുവച്ചളേ. എന്നിട്ട് നേരെ എസ് ഐയുടെ മുറിയിലേക്ക് ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു ഫലിപ്പിച്ചു. പിന്നെ എസ് ഐ ആയിട്ട് വിനായകൻ ഞങ്ങളുടെ മുമ്പിലെത്തി. ശിവാനിയെ വിട്ടുകിട്ടണമെന്ന് അയാൾ വിളിച്ചു കിടന്ന് അലറി. എന്നിട്ട് എസ് ഐ എന്ത് പറഞ്ഞു? എസ് ഐ അല്ല, ശിവാനിയെ പറഞ്ഞത്. എന്ത്? വിനായകനെ ശിവാനിക്ക് അറിയില്ലെന്ന്. ഹോ. അതോടെ വിനായകൻ പോയി. വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അയാൾ പോയത്. കൂടുതൽ അഭ്യാസം എടുത്താ പിടിച്ചകത്തിടുമെന്ന് എസ് ഐ പറഞ്ഞു. എസ് ഐ ആള് കൊള്ളാലോ പോയി. ഒരു ചങ്ങാത്തങ്ങടെ ഉറപ്പിച്ചാലോ? അത് വേണ്ട വെച്ചളേ. സിജ, പോവാം. വാവിച്ചളേ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ ശ്വാസം നേരെ വീഴും. ശിവാനി വാ. എന്താ വക്കീല കേസ്? ഒരു ചെറിയ ജാമ്യ കേസാ. ഞാനൊന്ന് എസ് ഐ കണ്ടിട്ട് വരാം. ശരി. ഞാൻ പൊക്കോട്ടെ ബാല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇനി ഇങ്ങനെ ഒരാവശ്യം വരില്ല. ചെയ്തു തന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദി.
ശരി. ഇനി എന്താ പരിപാടി? വയലോരം വീട്ടിലുള്ളവരൊക്കെ തളർന്നിരിക്കുമായിരിക്കും. ഒന്നും ഒളിച്ചു വെക്കാതെ ഇപ്പം എന്നോട് പറഞ്ഞതുപോലെ എല്ലാവരോടും എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നോ സിജനും പിച്ചലയും പറഞ്ഞത് ന്യായങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം. എന്നിട്ടും ഇക്കാര്യം മറച്ചു വെച്ച് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. സിജന്റെ നല്ല മനസ്സിനെ ഉൾക്കൊള്ളുന്നവരല്ലേ വയലോരം വീട്ടിലെല്ലാവരും. എന്നിട്ടും ബാലേട്ടാ, ബാലേട്ടനൊന്നെങ്കിൽ വന്നേ. ബാലേട്ടാ, ശിവാനിയുടെ കാര്യം പറയാതെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് വേറൊന്നും കൊണ്ടല്ല. ശിവയുടെ പെങ്ങളാ ഈ ശിവാനി. സിജ, അതെ ബാലേട്ടാ, ബായ് പറഞ്ഞത് സത്യം. ശിവാനി ശിവയുടെ പെങ്ങളാണെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവരാരെങ്കിലും ഉൾക്കൊള്ളുവോ? ഇല്ല. ആ പേടി കൊണ്ടാ ഞാൻ ആരോടൊന്നും പറയാതിരുന്നത്. ശിവയുടെ പെങ്ങളായി പോയിന്നുള്ള ഒരു കുറവ് മാത്രമേ ശിവാനിക്കുള്ളൂ ബാലേട്ടാ. നല്ല തങ്കപ്പെട്ട മനസ്സാ ശിവാനിയുടേത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്കാകെ തലകറങ്ങുന്ന പോലെ തോന്നുക. ശിവയുടെ പെങ്ങള് ശിവയെ തേടിയാണോ വന്നിരിക്കുന്നത്? അല്ല, വിനായകൻ എന്ന ദുഷ്ടനെ പേടിച്ച് ജീവനും കൊണ്ട് ഓടി വന്നതാ ശിവാനി. വിനായകൻ പലപ്പോഴും പറയാറില്ലേ, വിനായകന്റെ വിലപിടിപ്പുള്ള എന്തോ ഒന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന്. അത് ശിവാനിയാ. വിനായകനും ശിവയും തമ്മിലുള്ള വേറെന്തോ ഇടപാടിൽ കുടുങ്ങിയതാ ശിവാനി. ശിവാനിയെ ശിവ വിനായകന് പണയം വെച്ചു എന്നൊക്കെയാ വിനായകൻ പറയുന്നത്. പണ്ട് ശിവയുമായി കൂടപ്പിറപ്പിൻ്റെ ബന്ധം ഉണ്ടായിരുന്ന കാലം മുതൽക്ക് ശിവാനിയെ ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിയായി കണ്ടതാ, എൻ്റെ അല്ലിയുടെ സ്ഥാനത്ത്. ആ ബലത്തിലാ ജീവൻ രക്ഷിക്കാനായി ശിവാനി എൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. അതൊരു വിശ്വാസമല്ലേ ബാലേട്ട? ആ വിശ്വാസം കാണിക്കുകയായിരുന്നു ഞാൻ. ഒരു വിനായകനും കൊടുക്കാതെ കാക്കും ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിയെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സിജനെ. പക്ഷെ വയലോരം വീട്ടിലുള്ളവര് ശിവയുടെ പേരോടെ മിണ്ടിയ. അതുകൊണ്ടാണല്ലോ ബാലേട്ട ഒന്നും മിണ്ടാതെ ഞാൻ കടിച്ചു പിടിച്ചു നിന്നത്. ശിവാനിയെ ഇനി എവിടെ താമസിപ്പിക്കും? ഇപ്പൊ താമസിപ്പിച്ചിരിക്കുന്ന വീട്ടില് ഇനി താമസിക്കാൻ പറ്റില്ല. വിനായകൻ സകലതും മനസ്സിലാക്കി കഴിഞ്ഞതാ. ഒരൊറ്റ വഴിയേ ഉള്ളൂ, വയലോരം വീട്. എൻ്റെ അനിയത്തിക്കുട്ടിയാ ശിവാനി. ശിവയെ മറന്നേക്ക്. ശിവയുടെ കാര്യങ്ങളൊന്നും പറയാതെ ശിവാനിയെ നമുക്ക് വയലോരം വീട്ടിലേക്ക് കൊണ്ടുപോവാം. നടന്നതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞ് ബോധിപ്പിക്കാം. അതിന് ബാലേട്ടൻ തന്നെ മനസ്സ് വയ്ക്കണം. ബാലേട്ട, നമ്മുടെ സ്വന്തം ചോരയിലുള്ള ഒരാൾക്കാണ് ഇങ്ങനൊരു അവസ്ഥയുണ്ടായാൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കും? സ്വന്തം ചോരയല്ലെന്നല്ലേ ഉള്ളൂ, അതിനേക്കാളും മേലെയാ ശിവാനി എനിക്ക്. ബാലേട്ടാ, നരഭോജിയുടെ മുന്നിലേക്ക് ഒരു പാവത്തിന് എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ബാലേട്ടന് വയ്യെങ്ക ഞാൻ കൊണ്ടുപോയിക്കോളാം. പക്ഷേ എൻ്റെ ജീവൻ ഒരു ഉറപ്പുണ്ടാവില്ല എന്ന് മാത്രം. ശിവാനിയെ തേടി എൻ്റെ അടുത്തേക്ക് വിനായകൻ വന്നാ രണ്ടിലൊരാളെ ബാക്കിയുണ്ടാവുള്ളൂ. അത് തീർച്ചയാ. പിച്ചളേ, എന്ത് സംഭവിക്കുന്നൊരു നിശ്ചയമില്ല എനിക്ക്. ശിവാനിയും കുട്ടി വയലോരം വീട്ടിലേക്ക് പോകാൻ നമുക്ക്. കൂടപ്പിറപ്പ് വഴിതെറ്റിപ്പോയതിന് ഈ പാവത്തിനോട് വിരോധം കാണിക്കുന്ന എന്തിനാ? ശത്രുവിനോട് കാരണം കാണിക്കുമ്പോഴല്ലേ നമ്മൾ ഉയർന്നു നിൽക്കുന്നത്. ശിവാനി നമ്മുടെ ഒപ്പം വരട്ടെ. അവിടെയുള്ളവരാരും ശിവയുടെ പെങ്ങളാണ് ഇവിടെ നിന്നുള്ള സത്യം അറിയരുത്. അത് ശിവാനിയും പറഞ്ഞ് ധരിപ്പിക്കണം. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം ബാലേട്ടൻ. ബാലേട്ടൻ വാ.
ശിവാനി, നമ്മളിനി പോകുന്നത് വയലൂരം വീട്ടിലേക്കാണ്. വീട്ടിലുള്ളവരൊക്കെ ഇപ്പം അറിഞ്ഞിരിക്കുന്ന കഥ എന്താണെന്ന് ശിവാനിക്ക് അറിയാലോ. അത് തിരുത്തി ശിവാനിയെ വയലൂരം വീട്ടിൽ താമസിപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചത്. വിനായകൻ്റെ കണ്ണിപ്പെടാതിരിക്കണമെങ്കിൽ ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. ശിവാനിയുടെ രക്ഷ അതുമാത്രമേ ഇപ്പം ഞങ്ങളുടെ മുന്നിലുള്ളൂ. അതിനുവേണ്ടി ശിവാനി ഒന്ന് സഹകരിക്കണം. സഹകരിക്കണമെന്ന് പറഞ്ഞ എന്താ സിജന? അത് ശിവാനി ശിവയുടെ പെങ്ങളാണെന്നുള്ള കാര്യം അവിടെ വീട്ടിലുള്ളവരോട് തൽക്കാലം പറയണ്ട. അതെന്താ സിജന പറഞ്ഞാല്? ആ, അത് ശിവാനിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതെ, ആരുമില്ലാത്ത ആളെന്ന നിലയിലാണ് ശിവാനിയെ വയലൂരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, എൻ്റെ അനിയത്തി കുട്ടിയായിട്ട്. അവിടെ ശിവയുടെ പേര് വേണ്ട. സിജണ്ണം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒക്കെ നിന്റെ നല്ലതിനാ, മനസ്സിലായോ? ശിവാനി, വലിയൊരു കടലിൽ നീന്തി കിടക്കാൻ പോവാ നമ്മൾ. ലക്ഷ്യത്തിലെത്താൻ സിജൻ പറഞ്ഞതുപോലെ ശിവാനി ശിവയുടെ പേരവിടെ പറയരുത് ഒരു കാരണവശാലും. വാ വാ സിജ. വാ ശിവാനി. കുട്ടിമണി, വല്യേച്ചി തൂങ്ങിച്ചാവുമ്പം വേദന എടുക്കോ വല്യേച്ചി? കുട്ടിമണി, എന്തിനാ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേ? പിന്നെ ചിന്തിക്കണ്ടേ? എന്റെ മനസ്സും പോയില്ലേ? ഞാനിനി ജീവിച്ചിരിക്കില്ല. വല്ല കുളത്തിൽ ചാടിയോ വണ്ടിക്ക് ചാടിയോ ചാവും ഞാൻ. എന്താ കുട്ടിമണി ഇത്? നീ ഞങ്ങളെയും കൂടി വിഷമത്തിലാക്കരുത്. ചത്ത പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുവോ? ദേ, കുട്ടിമണി ഇല്ലാതായ പിന്നെ കുഞ്ഞുമണിക്ക് ആരാ ഉള്ളത്? അത് അത് ഞാൻ പോകുമ്പോ എന്റെ കുഞ്ഞുമണിയും കൊണ്ടോ? കുട്ടിമണി എന്തൊക്കെയാ പറയണേ? എന്തൊക്കെയാ നീ ചിന്തിച്ച് വെച്ചേക്കുന്നേ? എനിക്ക് എന്താ ചിന്തിക്കാൻ പാടില്ലേ? മനുഷ്യനെ ഏതോ പെണ്ണിന്റെ കൂടെ പോയില്ലേ? അതിനെന്താ ആരും ഒന്നും പറയാത്ത? അതിലിനി എന്ത് പറയാനാ മോളെ? സിജനിന്ന് ഇതൊന്നും ആരും പ്രതീക്ഷിച്ചതല്ലോ. അതിന്റെ ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പൊ തന്നെ ഇതൊരു മരണ വീട് പോലെ ആയിരിക്കും. ഇനി മോളും കൂടി ദുരന്തം വരുത്തി വെക്കരുത്. ഓരോന്ന് വരുത്തി വെക്കുന്നവർക്ക് ഒന്നും ആലോചിക്കാതെ അങ്ങ് കാട്ടിക്കൂട്ടിയാ മതി. അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരല്ലേ? അല്ലേച്ചി, ഓർക്കും തോറും എനിക്ക് സങ്കടം കൂടി കൂടി വരിക. മോളെ, എന്നാൽ എന്റെ മനസ്സ് കരയല്ലേ? ഏത് കുട്ടു? കുട്ടു മരിച്ചു. ഇതവളല്ലേ അന്ന് മനസ്സിനെ ചോദിച്ചു വന്ന? അപ്പൊ ഇതിനായിരുന്നല്ലേ തേടി വന്ന്? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്താ ബാലേട്ട ഇതിന്റെ അർത്ഥം? ഇവരെ അണിയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ബാലേട്ടൻ എങ്ങനെ തോന്നി?
ബാലേട്ടനും ഭ്രാന്തായോ? അത് പിന്നെ സീതേ, എന്ത് ധൈര്യത്തിലാണ് ഈ നാശം പിടിച്ചോടെ കയ്യും പിടിച്ച് ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ പൊറപ്പിക്കാനാണോ? പോക്കണം കേട് കാണിച്ചതും പോരാഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. പോലീസുകാർ കൊണ്ടുപോയതല്ലേ, പിന്നെ എങ്ങനെ പുറത്തിറങ്ങി? അത് അപ്പച്ചമ്മ ജാമ്യം കിട്ടിയതാ. ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല. വേണ്ട പിച്ചളെ, ഉറ്റ ചങ്ങാതിക്ക് വേണ്ടി ഇനിയും വക്കാലത്ത് പറയാൻ നിൽക്കണ്ട. ക്ഷമിക്കാനും പൊറുക്കാനും അങ്ങേയറ്റം സഹിക്കാനും കഴിവുള്ളവർ തന്നെയാ ഇവിടെയുള്ള എല്ലാവരും. പക്ഷേ ഇത് മാത്രം പൊറുക്കാൻ പറ്റില്ല. ലോകത്ത് ഒരു പെണ്ണിനും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഇത്. അതിന് ബാലേട്ടനും കൂടി കൂട്ടുനിന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക്. സീതേ, ശരിക്കും നടന്നത് എന്താണെന്ന് വെച്ചാ, നടന്നതൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. ഇത് വയലോരം വീടിന്റെ പതനമാണ്. മതിയായി. ഇനി ഒന്നും കാണാനും കേൾക്കാനും ഉള്ള ശേഷി എനിക്കില്ല. ഈ നിന്ന നിൽപ്പിൽ എന്റെ ഉയരങ്ങ് പോയിരുന്നെങ്കിൽ. വേണ്ട, വിളിക്കരുതേ അങ്ങനെ. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ മനസ്സിൽ മരിച്ചു. അതെ, ഞാൻ എല്ലാത്തിനും കാരണക്കാരി. ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എടി, എന്റെ മനസ്സിനെ നീ വശീകരിച്ചെടുത്തില്ലേ? കൊല്ലും നിന്നെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചത്തോളാം. ഞാൻ പോയാ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ജീവിക്കാമല്ലോ. ഞാൻ എന്റെ അച്ഛയുടെ അമ്മ എടുത്ത് പോവാ. മോളെ വേണ്ട കുട്ടിമണി, മോളെ അബദ്ധമൊന്നും കാണിക്കരുത്. കുട്ടിമണി, മോളെ നിക്ക്. കുട്ടിമണി, നിന്റെ വലിയേട്ടനാ പറയുന്നത്. സിജൻ ചീത്തയാണെങ്കിൽ അങ്ങനെ, പക്ഷെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. എന്റെ മോക്ക് ദോഷം വരുന്നൊന്നും വലിയേട്ട് ചെയ്യില്ലെന്നറിയാലോ. ഈ വലിയേട്ടിന് വേണ്ടി നടങ്ങി നിൽക്ക്. ഏത് കാര്യത്തിലും നമ്മൾ ആരും കാണാത്ത മറ്റൊരു വശമുണ്ട്. അതാദ്യം മനസ്സിലാക്കെല്ലാവരും. ഞാൻ പറയുന്നത് കുട്ടിമണി ശ്രദ്ധിച്ച് കേൾക്കണം. കുട്ടിമണി മാത്രമല്ല, നിങ്ങൾ എല്ലാവരും. എന്താ ബാലേട്ടന്റെ ഭാവം? സിജനെ വീണ്ടും ന്യായീകരിക്കാൻ പോവാണോ? സീതേ, നിർത്ത്. സിജന്റെ ഭാഗത്ത് ചെറിയൊരു ശതമാനം തെറ്റുള്ളതുകൊണ്ടാ ഒന്നും മിണ്ടാതെ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു നിന്നത്. ഇനി ഞാൻ പറയട്ടെ. വാ എല്ലാവരും, വാ മോളെ, വാ. നിങ്ങൾ ആരും ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള്. ഈ നിൽക്കുന്ന ശിവാനി പിച്ചള കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ. അതെ, ഞാൻ എൻ്റെ അനിയത്തി അല്ലിയുടെ സ്ഥാനത്താ ശിവാനിയെ നിർത്തിയിരിക്കുന്നത്. അന്ന് ശിവാനി എന്നെ തിരക്കി വന്നതും അതുകൊണ്ടാ. പിച്ചളയെ കാണുക എന്നതായിരുന്നു ലക്ഷ്യം. ശിവാനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഏട്ടനാ. ആ ഏട്ടൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയാ ശിവാനി സിജനെയും പിച്ചളയും തേടി വന്നത്. എന്റെ അടുത്തൊരു പെണ്ണ് വന്ന കാര്യം മുമ്പ് മനസ്സജമ്പായി നിങ്ങളോടെല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ പെണ്ണാ ഇത്. ശിവാനിക്ക് ആരും ഇല്ലാതെ വന്നപ്പോൾ, പോകാനൊരു ഇടമില്ലാതെ വന്നപ്പോൾ ഇവിടെ ഒരു വാടക വീടെടുത്ത് താമസിപ്പിച്ചു. ഇതെല്ലാം പിച്ചളയുടെ അറിവോടെയാ ചെയ്തത്. പിച്ചളയ്ക്ക് കാലുറപ്പിച്ച് നിൽക്കാൻ ഒരു ജോലിയായ ശേഷം കല്യാണം നടത്താനായിരുന്നു പ്ലാൻ. ഇക്കാര്യം 1-2 വട്ടം പറയാമെന്നതാ, പക്ഷെ പറ്റിയില്ല. അതിനിടയിലാ ഇങ്ങനെയൊക്കെ. ഇവരുടെ ഭാഗത്ത് ചെറിയൊരു ശതമാനം തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിതാ ആരോടൊന്നും പറയാതിരുന്നത്. എനിക്ക് വേണ്ടിയ മനസ്സജമ്പായി ഈ ഭാരെല്ലാം ചുമന്നത്. അതെല്ലാരും ഒന്ന് മനസ്സിലാക്കിയാ മതി, വേറെ ഒന്നും വേണ്ട. ആരുമില്ലാത്ത എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടെന്ന് സിജനൻ എപ്പോഴും പറയും. സിജനന്റെ സ്നേഹത്തിലും ഉറപ്പിലുമാ ഞാനിപ്പോ ജീവിക്കുന്നത്.
ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ചു. അപ്പൊ തന്നെ സിജണ്ണനെ വിളിച്ചു. എന്നെ സമാധാനിപ്പിക്കാനാ പാതിരാത്രി സിജണ്ണൻ വന്നത്. എന്നെ ഫോണിൽ വിളിച്ച് ശിവാനി പേടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ പിച്ചളെ വിളിച്ചായിരുന്നു. പക്ഷെ പിച്ചളെ കിട്ടിയില്ല. പിന്നെ ഉറങ്ങുന്ന കുട്ടുവിനെ ശല്യപ്പെടുത്താതെ ബാലേട്ടൻ്റെ സ്കൂട്ടർ എടുത്ത് ഞാൻ പോയി. കുട്ടു, ആകെ ഒരേ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ശിവാനിയുടെ കാര്യം നിങ്ങളോട് ആരോടും പറയാതെ ഞാൻ ഉള്ളിൽ തന്നെ കൊണ്ടു നടന്നു. അതിന് എന്ത് ശിക്ഷ വേണേലും തന്നോ. സിജൻ മനസ്സൊരുക്കി നടക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു സിജനോട്. പക്ഷെ സിജൻ ഒഴിഞ്ഞു മാറുക ചെയ്തത്. അത് സംശയം ഉണ്ടാക്കി എന്നത് സത്യ. പിന്നെ ഇങ്ങനൊരു സംഭവം മെമ്പർ വന്ന് പറഞ്ഞപ്പോ അത് വാസ്തവാണെന്ന് അങ്ങ് ഉറപ്പിച്ചു. അതിന് നിങ്ങളാരെയും കുറ്റം പറയാനാവില്ല. ഒരു കാര്യമില്ലാതെ എല്ലാ സിജൻ മനസ്സിൽ ഒതുക്കി വെക്കായിരുന്നില്ലേ? കുട്ടു, വാ കുട്ടു. ശിവാനി, ഇതെന്റെ കുട്ടു. ശിവാനി, വാ. ഇതപ്പച്ചിയമ്മ, ഇത് സീതയെടുത്തി. പിന്നെ ശിവാനി ഇനി ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നത് ശരിയല്ല. കപട സദാചാരക്കാർ വന്നുകൂടായികയില്ല. വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ശിവാനി ഇവിടെ ഈ വീട്ടിൽ ഞാൻ എൻ്റെ അല്ലിയെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് കരുതിയാൽ മതി. അല്ലിയെ പറഞ്ഞു വിടില്ലല്ലോ ഇവിടെ നിന്ന്. ബാലേട്ടൻ സമ്മതിച്ചു. അങ്ങനെ ബാലൻ മാത്രം സമ്മതിച്ചാ മതിയോ? ഞങ്ങളുടെ ആരുടെ സമ്മതം വേണ്ടേ? ആ, ഞങ്ങളുടെ സമ്മതം കൂടി വേണമല്ലോ. ശിവാനി ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതം ആണല്ലോ. അതെ, ഇവരുടെ വിവാഹം വരെ മതി ഇവിടെ താമസിപ്പിക്കുന്നത്. ആ കാലയളവൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. സിജന്റെ അനിയത്തിക്കുട്ടിയല്ലേ? തൽക്കാലം രവിയുടെ മുറി കൊടുക്കാൻ ശിവാനിക്ക്. ആ സീതേ, നീ ശിവാനിയെ വിളിച്ചോണ്ട് പോയി മുറിയും വീടൊക്കെ കാണിച്ചു കൊടുക്കും. ചെല്ല. വാ ശിവാനി. ചെല്ല്. ബാലേട്ടാ, ഇപ്പോഴാ ചങ്കിലെ തീയണഞ്ഞത്. സമാധാനമായി. ഇനി വിനായകനെ ഒരു തരത്തിലും പേടിക്കണ്ട. വിനായകന്റെ ഒരു നോട്ടം പോലും എത്തില്ല ഇവിടെ. പക്ഷേ മറ്റൊന്ന് പേടിക്കണം. ശിവയുടെ പെങ്ങള ശിവാനി എന്നുള്ള കാര്യം ഇവിടെയുള്ളവർ അറിയാതിരിക്കാൻ. അക്കാര്യം എപ്പോഴും ശ്രദ്ധയിലുണ്ടായിരിക്കണം. ഒരു തീക്കനല്ല ഇപ്പൊ അകത്തോട്ട് കയറിപ്പോയി ശിവാനി. ശിവാനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അത് ശിവാനി
ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ? കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേട്ട ശേഷം ഒരു പെൺകുട്ടി കയറി വരുമ്പോ ആരായാലും പറഞ്ഞു പോകുന്നതേ കുട്ടിമണിയും പറഞ്ഞുള്ളൂ. മനസ്സിലും തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും പെട്ടെന്ന് ഓരോന്ന് കേട്ടപ്പോ പിന്നെ കാണുന്ന എന്താ, ആളെയും കൂട്ടി വരുന്നതല്ലേ. എല്ലാം കൂടിയായപ്പോ ഞാൻ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യ അങ്ങനൊക്കെ പറയും, കാണിക്കും. അതൊക്കെ സ്നേഹം കൊണ്ടാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ആവോ, ഇപ്പോഴെനിക്ക് സമാധാനമായത്. പിന്നെ നമുക്കൊരു ദിവസം മാടനപ്പൂപ്പന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. 50 പൈസ വെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞാ എന്തും നടത്തി തരും മാടനപ്പൂപ്പൻ. എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കും. എന്റെ വീടിനടുത്തുണ്ട് ഒരു മാടൻ കോവിൽ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം ഞാൻ അവിടെയാ സമർപ്പിക്കുക. അതിന് ശിവാനി ഇപ്പൊ ഇവിടെ അല്ലേ, അപ്പൊ ഇവിടുത്തെ മാടനപ്പൂപ്പനോട് ഇനി പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞാലും ശിവാനി ഇവിടെ തന്നെ നിന്നാ മതി കേട്ടോ. പിന്നെ പിച്ചള ഒരു നല്ല പിച്ചളയാ. പിച്ചളക്കെ പാട്ട് പാടാനൊക്കെ അറിയാം. കല്യാണം കഴിഞ്ഞാ ശിവാനിക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കണമെന്ന് പിച്ചളോട് ഞാൻ പറയാവേ. ഞാൻ പറഞ്ഞ പിച്ചള കേക്കും. എപ്പോഴും ദൈവത്തെ വിളിക്കുന്ന എനിക്ക് എന്നും ദുഃഖങ്ങൾ മാത്രമായപ്പോ ഞാൻ ദൈവത്തെ വെറുക്കാൻ തുടങ്ങിയതായിരുന്നു. എനിക്കിപ്പോ ബോധ്യായി ദൈവം എന്നെ കൈവിട്ടിട്ടില്ലാന്ന്. ഇവിടെ എത്തിച്ചില്ലേ ദൈവം എന്നെ. ഇനി അങ്ങോട്ട് ശിവാനിക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഇനി ശിവാനിയുടെ അണ്ണൻ വരുമ്പോ വരട്ടെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എനിക്കിവിടെ അഭയം തരുമ്പോ അതിൽ നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അത്രേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. പിച്ചളയുടെയും കൂടെ വീട് തന്നെയാ ഇത്. മനസ്സിജനെന്ന് പറഞ്ഞാ ചാവാൻ വരെ നിൽക്കുന്ന ആളെ ഈ പിച്ചള. അപ്പോ പിച്ചള കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ സ്വന്തം പോലെ നോക്കണ്ടേ ഞങ്ങള്? പിന്നെ പിച്ചളെ പോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നു പണ്ട് മനസ്സിന്റെ കൂടെ, ഒരു കണ്ടം പൂച്ച. കണ്ടം പൂച്ചയോ? അതെന്ത് പേരാ? ശരിക്കും കണ്ടം പൂച്ച തന്നെയാ. അത് ആളെയൊക്കെ കൊല്ലും. ഓ, എനിക്ക് പേടിയാ കണ്ടം പൂച്ച. ശരിക്കുള്ള പേര് കണ്ടംപൂച്ചയും തന്നെയാണോ? കണ്ടംപൂച്ചയുടെ ശരിക്കുള്ള പേര് അത് ശിവാനിക്ക് അറിയണോ? കുട്ടു ഇവിടെ വന്ന് നിൽക്കുകയാണോ? മനസ്സിയാ, ഈ ശിവാനിക്കേ കണ്ടംപൂച്ചയുടെ ശരിക്കുള്ള പേരെന്ന്. എന്താ കുട്ടു ഇത്? ശിവാനി ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കണോ? ശിവാനി ഇനി ഇവിടെ തന്നെ ഇല്ലേ? സാവധാനത്തിൽ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ പറയുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ. എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. കുട്ടുങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വാ ശിവാനി, ഞാൻ പോയിട്ട് വന്നിട്ട് കണ്ടംപൂച്ചയെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. കുട്ടു, കുട്ടു എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? ഈ പറഞ്ഞ നല്ല കാര്യമാണോ? ഇങ്ങോട്ട് വന്നേ. അത് ശരിയാ, വേണ്ടാത്ത ചീത്ത കാര്യങ്ങളൊന്നും ഓർക്കാനും പറയാനും പാടില്ല. ഓർത്താലേ നമ്മള് രാത്രി കിടക്കുമ്പോ പേടി സ്വപ്നം ഉണ്ടാവും. ഞാനേ ഇതുപോലെ പേടി സ്വപ്നം കണ്ടിട്ടാ ദാണ്ടി ഈ ചരട് ജപിച്ച് കെട്ടിയേക്കുന്നെ. അതുകൊണ്ട് ശിവാനി വേണ്ടാത്ത ഒരു കാര്യം ഓർക്കണ്ടേ. ഞാൻ പോയിട്ട് വരാട്ടാ. ഏത് ശിവ? ചായപ്പീടിയെ വന്ന് ഞാനൊരു ഫോട്ടോ കാണിച്ച ഓർമ്മയില്ലേ? അതാ ശിവ, ശിവപാണ്ഡി പെരുമാൾ. ശിവയുടെ പെങ്ങളാണ് വയലോരം വീട്ടിൽ ഇപ്പോഴുള്ള ശിവാനി. ഓ ഓ ഓ ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്? കല്യാണത്തിലേ നമുക്കും പോണം കേട്ടോ. വയലോരം വീട്ടുകാരെ വിളിക്കാൻ മറന്നാലും ഈ വാർഡിന്റെ മെമ്പർ എന്നുള്ള നിലയിലെ വിനായകനെ ഞാൻ ക്ഷണിക്കുക. പിച്ചളയുടെ ശിവാനിയുടെ കല്യാണം നമ്മളൊക്കെ വേണം നടത്തി കൊടുക്കാൻ. ആരും തുണയില്ലാത്തൊരു പാവം പെങ്കൊച്ചിന്റെ കാര്യമില്ലയോ? ആരും തുണയില്ലാത്തവളല്ല ശിവാനി, അവൾ എന്റെ പെണ്ണാ, വിനായകന്റെ മാത്രം പെണ്ണ്. ഇപ്പോ കള്ളു കുടിച്ചത് ഞാനോ അതോ വിനായകനോ? ശിവാനി എന്റെ പെണ്ണ മെമ്പറെ.
ഇത് വേറെ ആരും തന്ന വാക്കല്ല, ശിവാനിയുടെ സഹോദരൻ എന്റെ ചങ്ങാതി ശിവ തന്ന വാക്കാ. അന്നേ ഞാൻ മോഹിച്ചു തുടങ്ങിയതാ ശിവാനിയെ. സീതയുടെ മനസ്സമ്മതം അറിയാൻ അശോകവനത്തിലേക്ക് പോയ രാവണനെ പോലെ 100 ആവർത്തി 1000 തവണ ശിവാനിയുടെ അരികിലെത്തിയവനായിരുന്നു ഈ വിനായകൻ. അപ്പോ ഒന്നുറപ്പായി, യുദ്ധം നടക്കും. എന്നെ ഒരു വിഡ്ഢിയാക്കിയിട്ട് ശിവാനി വീട് വിട്ടിറങ്ങിയത് എവിടേക്കാണെന്ന് എനിക്കറിയായിരുന്നു. മനസ്സിജന്റെ അരികിലേക്കല്ലാതെ അവള് വേറെവിടേക്കും പോകില്ലെന്നും എനിക്കറിയാമായിരുന്നു. എനിക്ക് ശിവാനിയോടുള്ളത് ഭ്രാന്തമായ സ്നേഹമാണ്. ഞാൻ അതുകൊണ്ടല്ലേ ഇവിടെ എത്തിയത്. ശിവാനിയെ ഒളിപ്പിച്ചു പിടിക്കാൻ മനസ്സിജന് കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം കൺവട്ടത്തുണ്ട്. ഞാനും ഇപ്പൊ വിനായകന്റെ കണ്ണും വെട്ടത്ത് തന്നെ ഇല്ലയോ? മനസ്സിനും വയലോരം വീട്ടുകാരെ ആഗ്രഹിക്കുന്ന പോലെ ശിവാനിയുടെ വിവാഹം നടക്കില്ല മെമ്പറെ. പിച്ചള ശിവാനിയെ വിവാഹം കഴിക്കില്ല. വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നവ മാത്രമല്ല വിനായകൻ, വരുത്തുന്നവനുമാ വിനായകൻ. ഈ കല്യാണം നടക്കില്ല. എടാ, നിന്റെ ഈ പ്രാന്ത് പറച്ചിലൊന്ന് നിർത്തണം കേട്ടോ. ജീവിതം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. എവിടെയെങ്കിലും അന്തേവാസിയായിട്ട് കഴിയുന്ന പെണ്ണിനെ മാത്രമേ വിനായകന് കിട്ടത്തുള്ളൂ. ഈ മെമ്പർ വിചാരിച്ചാൽ ഈ നാട്ടിൽ എത്ര പെൺപിള്ളേരെ കിട്ടുമെന്ന് അറിയാവോ? മെമ്പറെ, കാണാൻ മൊഞ്ചുള്ള നല്ല തറവാട്ട് മഹിമയും ഭൂതത്വമുള്ള വീട്ടിൽ നിന്ന് പഠിപ്പും വിവരവുമുള്ള തനി നാടൻ പെൺകുട്ടിയെ ഈ മെമ്പർ കൊണ്ട് കാണിച്ചു തരും. ഗൃഹിണിന്റെ കയ്യിലിരിപ്പുണ്ട്. ഉണ്ടെങ്കിൽ അതിലൊരു 10-500 ദക്ഷിണയായിട്ട് വെച്ച് ഈ പോക്കറ്റിലോട്ട് ഇട്ടിട്ട്. മെമ്പറെ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. വിനായകൻ ആഗ്രഹിച്ച ശിവാനിയാണെങ്കിൽ ആ ആഗ്രഹത്തിന് ഒരു ഭംഗവും സംഭവിക്കാൻ പോകുന്നില്ല. വിനായക, പെണ്ണിന്റെ പേരിൽ വെറുതെ ഇടിക്കൊന്നും നിൽക്കരുത്. പെണ്ണിന് വേണ്ടി കലഹമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അണുബോംബ് വരെ ഇട്ടവരാ പുരാണത്തിലും ഇതിഹാസത്തിലും ഉള്ളവര്. ശിവാനിക്ക് വേണ്ടി ഈ പഞ്ചായത്ത് മാത്രമല്ല മെമ്പറെ, ഈ ലോകം തന്നെ നശിപ്പിക്കാൻ മനസ്സുകൊണ്ട് ഞാനും തയ്യാറാ. ഇതൊക്കെ ഇപ്പോഴുള്ള ആവശ്യത്തിൽ തോന്നുന്നതാ. വിനായകനെ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ കോച്ചിന് എന്ത് പ്രത്യേകതയാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നും മെമ്പർക്ക് മനസ്സിലാവില്ല. മെമ്പർക്കെന്നല്ല, ഒരാൾക്കും മനസ്സിലാവില്ല. ശിവാനിക്ക് വേണ്ടിയാ ശിവയിലൂടെ ഞാൻ കരുക്കൾ നീക്കിയത്. പക്ഷേ ശിവാനി അതിനപ്പുറം ചിന്തിച്ചു. എല്ലാം ഒരു ഞൊടിയുടെ വ്യത്യാസത്തിലാ തകിടം മറിഞ്ഞത്. സാരമില്ല, അന്തിമ വിജയം ഈ വിനായകന് തന്നെയായിരിക്കും. ഒരാളുടെയും സഹായമില്ലാതെ ഞാൻ ശിവാനിയെ ഇവിടുന്ന് കൊണ്ടുപോകും. ഞാനിവിടെ അവതരിച്ചത് അതിനുവേണ്ടി തന്നെയാ. അവതാര ലക്ഷ്യം പൂർത്തിയാക്കാതെ മടങ്ങിപ്പോകാൻ ഒക്കില്ലല്ലോ. അതെ, ഈ പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല കേട്ടോ. പിടികിട്ടാത്തതിൻ്റെ കാരണം തലയ്ക്ക് കിക്കായതുകൊണ്ടൊന്നുമല്ല. വിനായകൻ പറയുന്നതിനൊന്നും ഒരു പരസ്പര ബന്ധമില്ല. ഓരോ സമയത്ത് ഓരോന്നാ പറയുന്നത്. ആദ്യം ശിവയാ വേണ്ടതെന്ന്, ഇപ്പൊ പറയുന്നു ശിവാനിയാ വേണ്ടതെന്ന്. ഞാൻ പറയുന്നത് പരസ്പര ബന്ധമില്ലാത്തതാണെങ്കിൽ മെമ്പർ സ്ഥലം വിട്ടോ, അതാ നല്ലത്. ആരും വേണ്ട, എന്റെ കാര്യം നോക്കാൻ ഞാൻ മതി. ശരി, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല കേട്ടോ. പോയിട്ട് ഒരു ഇച്ചിരി പണിയുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ആ കുപ്പിയോടെ വെച്ചിട്ട് പോകാൻ പറ. അയ്യോ, ഇത് ഇവിടെ ഇരുന്ന് എൻ്റെ പോക്ക് നടക്കത്തില്ല വിനായക. എനിക്ക് ഇക്കാര്യത്തിൽ കൂലങ്കഷമായിട്ട് ചിലത് ചിന്തിക്കാനുണ്ട്. അതിനെ വേണം കേട്ടോ. ശ്രീയു
പിച്ചള. ആരുമില്ലേ? അല്ല, മതി എവിടെ ആന്റി? പൊട്ടിയ പട്ടം പോലെ പറന്നു നടക്കല്ലേ അവള്. എങ്ങും ഇരിപ്പുറയ്ക്കാത്തതുകൊണ്ട് അത്ര കൃത്യമായി പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവളുടെ കയ്യിന്ന് തല്ലു വാങ്ങി കൂട്ടാനാണോ? ഒരു ബോക്സർക്ക് ഭ്രാന്ത് വന്ന് എങ്ങനെയിരിക്കും? അത്ര വെയിറ്റ് ആന്റി മതിയുടെ പഞ്ചിന്. മതിയുടെ കയ്യിൽ നിന്ന് ആന്റിക്കും ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആര് പറഞ്ഞു? ഭ്രാന്താണെന്ന് കരുതി അവൾ എനിക്ക് നേരെ കൈ പൊക്കിയാലുണ്ടല്ലോ, മകളാണെന്ന് നോക്കാതെ ആ കൈ അരിഞ്ഞ് ഞാൻ നിലത്തിടും. എന്തിനാ എന്റെ ആന്റി ഇങ്ങനെ കള്ളം പറയുന്നേ? മതിക്ക് നേരെ ഒരു ചെറു വിരൽ പോലും മനക്കാൻ കഴിയാത്ത അവസ്ഥയിലായില്ലേ ഇപ്പോ? ആന്റിക്കിപ്പോ മതിയേക്കാൾ പേടി അങ്കിളിനെ അല്ലേ? അങ്ങനെ ഞാൻ എന്തിനാ സഞ്ജു പേടിക്കുന്നേ? അന്തസ്സും അഭിമാനവും ഉള്ള തറവാട്ടിൽ പിറന്നവളാ ഞാൻ. അങ്ങേരെ പോലൊരു മണവുണാഞ്ചന്റെ മുമ്പിൽ ഞാൻ എന്തിനാ അടിയറവ് പറയുന്നേ? ഇനി പറഞ്ഞല്ലേ പറ്റൂ ആന്റി. കാര്യങ്ങളെല്ലാം അങ്കിളിന്റെ നിയന്ത്രണത്തിലാവുകയല്ലേ. ഇന്നലെ വരെ ആന്റിക്കൊപ്പം നിന്ന മതിക്കിപ്പോ അങ്കിളിനെ മാത്രം കണ്ടാ മതി എന്നായില്ലേ? ആന്റി, അങ്കിളിന്റെ ഈ മാറ്റം അപകടമാണ്. എനിക്കും മതിക്കും നേരെയല്ല അങ്കിള് തോക്കെടുക്കാൻ പോകുന്നത്, ആന്റിക്ക് നേരെയായിരിക്കും. എടാ സഞ്ജു, അങ്ങനെ തോക്കും കഠാരയും കണ്ടാൽ ഭയക്കുന്നവളല്ല ഈ ജലജകുമാരി. പിന്നെ അങ്ങേരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ മാറ്റം അതെന്നെ വകവരുത്താനുള്ളതൊന്നും അല്ലടാ. ഏതൊരച്ഛനും തോന്നുന്നത് പോലുള്ള ഒരു അനുകമ്പ, അത് അത്ര ഉള്ളടാ. അല്ല ആന്റി, അങ്കിള് നാളെ മതിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയെന്ന് വരും. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് മതിക്ക് കൊടുത്തെന്നും വരും. ആന്റി ഇത്രയും കാലം മതിക്ക് നൽകിയ സ്നേഹവും വാത്സല്യവും ഈ ചെറിയ കാലയളവിൽ മതിക്ക് നൽകിക്കൊണ്ട് അങ്കിൾ അവളെ സുഖപ്പെടുത്തും. രോഗം ഭേദമായി മതി പൂർവ്വസ്ഥിതിയിലാകുന്നതോടെയായിരിക്കും അങ്കിള് ആന്റിക്ക് നേരെ യഥാർത്ഥ ഫൈറ്റ് ആരംഭിക്കാൻ പോകുന്നു. അങ്കിൾ ആന്റിയോട് എണ്ണി എണ്ണി കണക്കി തീർത്തെന്നിരിക്കും. അതിന് മതിയെ അങ്കിൾ ആയുധാക്കുകയും ചെയ്യും. ഇന്ന് മതിക്ക് സംഭവിച്ചതിനേക്കാൾ വലിയ മെന്റൽ ഡിസോർഡർ നാളെ ആന്റിക്ക് സംഭവിച്ചെന്നിരിക്കും. നിർത്ത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഏതെടുത്തുചാട്ടത്തിനും നീ അവൾക്കൊപ്പം നിന്നതുകൊണ്ടാ അവളിപ്പോ അകത്ത് കിടന്ന് പിച്ചും പേയും പറയുന്നത്. ആ നാവ് കൊണ്ട് എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ. അയ്യോ ആന്റി, ആന്റിക്കും മതിക്കും നേട്ടമുണ്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ അന്നും ഇന്നും കൂട്ടി നിന്നിട്ടുള്ളൂ. ഉണ്ട ചോറിന് കൂറ് കാണിക്കുന്നവനെ സഞ്ജു. അതുകൊണ്ടാ ഈ ഒരവസ്ഥയിൽപ്പെട്ട് കിടക്കുന്ന ആന്റിയെയും മതിയെയും കാണാനും കാര്യങ്ങൾ അന്വേഷിക്കാനും വരുന്നത്, അറിയോ? ജീവിതത്തിന്റെ പോക്കിപ്പോ സീറോ ബാലൻസിലാടാ. നീ പറഞ്ഞ പോലെ മോളെ അങ്ങേര് സ്നേഹിച്ചും ലാളിച്ചും വശത്താക്കിയെന്ന് വരും. ഭ്രാന്ത് മാറുമ്പോ മോളുടെ കണ്ണിൽ ഒരുപക്ഷെ ഞാനൊരു രാക്ഷസിയായിരിക്കും. മോളുടെ ഭ്രാന്ത് മാറാതിരിക്കുന്നതായിരിക്കും ഒരു കണക്കിന് എനിക്ക് നല്ലത്, അല്ലടാ സഞ്ജു? ആന്റിയുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോ അത് തന്നെയായിരിക്കും നല്ലത്. ഇവിടെ ഒരാൾക്ക് മാത്രമല്ലേ ഭ്രാന്തുള്ളൂ. ആന്റി, വയലോരം വീട്ടില് എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നേ. എന്താടാ വയലൂരും വീട്ടിൽ എന്തുണ്ടായി? ആരെയെങ്കിലും കുതിരവട്ടത്തേക്ക് കെട്ടിയെടുത്തോ? അതൊന്നല്ല, വയലോരം വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോകുന്ന കേട്ടത്. ആരുടെ? രവിയുടെയാണോ? അതോ ആ പൊട്ടിപ്പെണ്ണിനെ പിടിച്ച് വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കുന്നോ? അതൊന്നല്ല, ആ മനസ്സിന്റെ നേരിൽ പോലെ നടക്കുന്ന ഒരു പിച്ചളയില്ലേ, അയാള് കെട്ടാൻ പോകുന്നത് ഒരു അനാഥ പെണ്ണിനെയാ. അവളെ സ്പോൺസർ ചെയ്യുന്നത് വയലോരം വീട്ടുകാരാണെന്ന് അറിഞ്ഞത്. ഗോൾഡ്, വെഡിങ് ഡ്രസ്, പിന്നെ ഈവനിങ് പാർട്ടി, അങ്ങനെ എല്ലാം വയലോരം വീട്ടുകാരുടെ വക. സ്പോൺസർ അതിനുള്ള ശേഷമൊക്കെ ആയോടാ ആ വയലോരം വീട്ടുകാർക്ക്? എടാ കാട്ടുമോക്കനെ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നിന്നെ ഞാൻ കുടത്തിലും അലമാരയിലും ഒക്കെ നോക്കി.
നീ ഇവിടെ ഇടുന്നു. ആന്റി എന്നെ കയ്യിൽ നിന്ന് വിടാൻ പറ ആന്റി. ചെയ്യാനാ മോളെ വീട് മോളെ നടക്കണം അങ്ങോട്ട്. ഇനി മുതൽ നീ എന്റെ അടമയാ. അടിമയാ? ആ അത് തന്നെ അടിമ. ഞാൻ വയലോരം വീട്ടിലെ വിശേഷം പറയാൻ വന്നതാ. വയലോരം വീടോ? അതെവിടെയാടാ? കൊറേടോ മഞ്ഞ മലയുടെ മുകളിലോ? അതല്ല, മതി മതി. വയലോരം വീട്ടിലൊരു കല്യാണം.